guys, welcome to Ishwa Talkies. ഹലോ ഗായ്സ്, ഞാൻ പുറത്ത് പോവാണ്. എൻ്റെ കയ്യിൽ കൊട ഉണ്ടല്ലോ. ഹലോ, അപ്പോൾ ഈവനിങ് ആയപ്പോൾ ഒന്ന് പുറത്തിറങ്ങിയതാണ് കേട്ടോ. ഒന്ന് ഒരു ലോങ് ഡ്രൈവ് പോകാമെന്ന് വിചാരിച്ച്. അപ്പോൾ ഇതാ പോയിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ കുറച്ച് സ്നാക്സ് മേടിക്കുക കേട്ടോ. അതിന് വേണ്ടിയിട്ട് വണ്ടി നിർത്തിയതാണ്. അപ്പോൾ നമ്മളിപ്പോൾ പോകുന്നത് ജബലിലേക്കാണ്. ജബൽ എന്ന് പറഞ്ഞാൽ മലമുകളിൽ നല്ല രസമാണ് ഇപ്പോൾ കാണാൻ. കാരണം ഇപ്പോൾ സലാലയിൽ സീസൺ സ്റ്റാർട്ടായിട്ടുണ്ട്. സീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മഴ, മഞ്ഞ്, അപ്പോൾ തണുപ്പ്, അതൊക്കെയാണ് ഇപ്പോൾ മലമുകളിൽ നമുക്ക് കാണാൻ പറ്റുക. അപ്പോൾ എന്തായാലും ഈവനിങ് ആയപ്പോൾ അങ്ങോട്ട് ഇറങ്ങിയതാണ്. മറ്റ് ഗൾഫ് രാജ്യത്തെ സംബന്ധിച്ച് ബാക്കി എല്ലായിടത്തും നല്ല ചൂടാണ്. പക്ഷേ ഇവിടെ ഒമാനിൽ സലാലയിൽ മാത്രമാണ് ഈ സമയത്ത് തണുപ്പ്, അതായത് ചെറിയ ചാറ്റൽ മഴയും പിന്നെ മഞ്ഞൊക്കെ ആയിട്ടുള്ള ഒരു അടിപൊളി ക്ലൈമറ്റ്. നോക്കി കണ്ടില്ലേ, നമ്മൾ മല കയറും തോറും ഫോഗ്, കോടമഞ്ഞാണ് കാണുന്നത്. ഇത് കാണാൻ വേണ്ടിയിട്ട് എല്ലാ വർഷവും ഒരുപാട് വിദേശികൾ ഇവിടെ വരാറുണ്ട്. അവർക്കൊക്കെ ഇതൊരു അത്ഭുതം തന്നെയാണ്. കാരണം അവർ നിൽക്കുന്ന സ്ഥലത്തൊക്കെ നല്ല ചൂടാകുമ്പോൾ ഇവിടെ മാത്രം ഇങ്ങനെ തണുപ്പും മഞ്ഞൊക്കെ കാണുമ്പോൾ അത് കാണാൻ വേണ്ടിയിട്ട് ഒരുപാട് പേര് വരാറുണ്ട്. നമ്മളിവിടെ സലാലയിൽ കുറേ ആയി. കാരണം സലാലയുള്ളവർക്ക് ഇതൊരു പുതുമയല്ല, പക്ഷെ മറ്റുള്ളവർക്ക് ഇത് എന്നൊരു അത്ഭുതം തന്നെയാണ്. ദേ മുകളിൽ നോക്ക്, നല്ല കോടമഞ്ഞാണ്. എന്ത് രസമാണ് കാണാന്. നല്ല തടുക്കുണ്ട് ഗായ്സ്. അപ്പോൾ ഇതാ നമ്മൾ വണ്ടി പാർക്ക് ചെയ്തിട്ട് കുറച്ച് നേരം ഇവിടെ വണ്ടിയിൽ നിന്ന് പുറത്തിറങ്ങി നിൽക്കുകയാണ്. നല്ല മഞ്ഞുണ്ട് കേട്ടോ. വീഡിയോയിൽ എത്രത്തോളം ഭംഗിയുണ്ടെന്ന് അറിയില്ല, പക്ഷെ നേരിട്ട് കാണാൻ അടിപൊളിയാണ്. പിന്നെ ഒരു കാര്യം പറയാൻ മറന്നു, നിസ്ബക്കുട്ടി ഇപ്രാവശ്യം ഒരു കുട മേടിച്ചിട്ടുണ്ട്. ഗൾഫിൽ വന്നിട്ട് ആദ്യമായിട്ടായിട്ട് അവൾ ഒരു കുട മേടിക്കുന്നത്. ഇവിടെ നമുക്കതിൻ്റെ ആവശ്യം വരാറില്ല, പക്ഷെ ഇപ്രാവശ്യം എന്തോ അവൾക്ക് വേണമെന്ന് പറഞ്ഞിട്ട് മേടിച്ചു കൊടുത്ത്. കൊട രസമുണ്ടോ ഗായ്സ്? അടിപൊളി ക്ലൈമറ്റ് ആട്ടോ, രക്ഷയില്ല. പിന്നെ നമ്മൾ കേരളക്കാർക്ക് ഈ പച്ചപ്പ്, മഴ ഒക്കെ അത്ര പുതുമുള്ള കാര്യമല്ല. എങ്കിൽ കൂടി നമ്മൾ ഗൾഫിൽ നിൽക്കുമ്പോൾ ഈ ചൂടിൻ്റെ ഇടയിൽ പെട്ടെന്ന് ക്ലൈമറ്റ് ചേഞ്ച് ആവുക, മഞ്ഞ്, മഴ ഒക്കെ പറയുമ്പോൾ ഒരു പ്രത്യേക അനുഭവം കേട്ടോ. അപ്പോൾ ഈ തണുത്ത ക്ലൈമറ്റിൽ നമുക്ക് നല്ല ചൂട് ചായയും എന്തെങ്കിലും സ്നാക്സും കഴിക്കാം. അപ്പോൾ അതാ വരുന്ന വഴി കുറച്ച് സ്നാക്സ് മേടിച്ചിട്ടുണ്ടായിരുന്നല്ലോ, അപ്പോൾ അതും ചായയും കുടിക്കുകയാണ്. ഫുഡ് കണ്ടാൽ പിന്നെ നിസ്ബക്കുട്ടിയുടെ ഫേസാണ് മാറും കേട്ടോ. അതെന്താണെന്നറിയില്ല, എന്ത് ഫുഡാണെങ്കിലും ആൾക്ക് തീരെ താല്പര്യമില്ലാത്ത സംഭവമാണ് ഫുഡ് കഴിക്കുക എന്ന് പറയുന്നത്.
അപ്പോൾ എന്തായാലും നമ്മൾ ചൂട് ചായയും സ്നാക്സൊക്കെ കഴിക്കുന്നുണ്ട്. നല്ല അടിപൊളി സ്നാക്ക് കേട്ടോ, അടിപൊളിയായിരുന്നു. പിന്നെ ഒരു കട്ട്ലേറ്റും കൂടി ഒന്ന് കഴിച്ച് ആസ്വദിക്കുകയാണ്. അങ്ങനെ നിസുകുട്ടിന് വണ്ടിയിൽ എത്തിയിട്ട് ചായ കൊടുക്കുകയാണ്. ആൾക്ക് ഒന്നും ഇഷ്ടപ്പെടുന്നില്ല, വേണ്ടാന്നൊക്കെ പറയാണ്. പക്ഷെ ഞാൻ കഴിച്ചാലേ ഉള്ളൂ, ഇനി അടുത്ത സ്ഥലത്ത് പോവാന്നൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തി കഴിപ്പിക്കുകയാണ്. അപ്പോൾ ഇതാ രാത്രി ആവാനായിട്ടാണ്. ബാക്ക്ഗ്രൗണ്ടിൽ നോക്ക്, ഫുള്ള് മഞ്ഞാണ്. അവളെ കയ്യിലത്തെ കട്ട്ലേറ്റ് ഇതുവരെ കഴിഞ്ഞിട്ടില്ല, അത് 1 മണിക്കൂറെങ്കിലും കഴിയും അത് കഴിച്ച് കഴിയാൻ വേണ്ടിയിട്ട്. ഈ മരം നോക്ക്, ഈ മരത്തിൽ ചെറുതായിട്ട് മഴ പെയ്യുന്നുണ്ട്. അതുകൊണ്ട് മരത്തിൽ കുറച്ച് വെള്ളം, അതുപോലെ മഞ്ഞ്, പിന്നെ ആ ലൈറ്റ്, മൊത്തത്തിലൊരു അടിപൊളിയായിരുന്നു കേട്ടോ കാണാൻ, നേരിട്ട് കാണാൻ. എനിക്ക് തോന്നുന്നില്ല ക്യാമറയിൽ അത്ര ഭംഗി, പക്ഷെ നേരിട്ട് കാണാനൊരു പ്രത്യേക ഇതായിരുന്നു. അതുകൊണ്ട് ഞാനത് വീഡിയോ എടുത്തത്. അപ്പോൾ ഇതാ നമ്മൾ തിരിച്ച് പോരുകയാണ്. ഫുള്ള് കോടമഞ്ഞാണ് കേട്ടോ, ഒന്നും ഫ്രണ്ടിൽ കാണുന്നില്ല. നമ്മളുടെ തൊട്ടടുത്തുള്ള വണ്ടി പോലും ഫ്രണ്ടിൽ കാണുന്നില്ല, അത്രയും കോടമഞ്ഞാണ്. നമ്മൾ പതുക്കെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും ഇവിടെ സീസൺ സ്റ്റാർട്ടായിട്ടേ ഉള്ളൂ, ഒരു 2-2.5 മാസം ഇങ്ങനെ ഉണ്ടാവും. അപ്പോൾ ഇനിയും വീഡിയോസൊക്കെ എടുക്കുന്നതാണ്. പിന്നെ സലാല സീസൺ ടൈമിൽ കാഴ്ച ഇതൊന്നും അല്ല കേട്ടോ, ഇവിടെ ഒരുപാട് കാണാനുണ്ട്. ഇവിടെ ഒരുപാട് ടൂറിസ്റ്റുകൾ വരുന്നത് കൊണ്ട് തന്നെ ഒരുപാട് കാഴ്ചകൾ ഇവിടെ കാണാനുണ്ട്. അപ്പോൾ അതൊക്കെ ഇനി മറ്റ് വീഡിയോസിൽ ഞാൻ ഉൾപ്പെടുത്താം. ഇപ്പോൾ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഓക്കെ, ഇതാ നമ്മൾ ജബലൊക്കെ ഇറങ്ങി താഴെ ടൗണിലെത്തി, വീട്ടിലേക്ക് എത്താനായി. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ ബൈ.